കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരു പെട്ടെന്ന് എന്നാൽ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കുറുമയായാലോ. ഇനി നമ്മളുടെ ഈ വെജ് കുറുമയുടെ കൂടെ ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ ഫുൾക്കയാണ്. ഇപ്പം നമ്മളുടെ ചക്ക, പച്ച ചക്ക പൊടി വെച്ചിട്ടുള്ള ഒരു ഫുൾക്കയാണ്. ഇത് ശരിക്കും നമ്മുടെ മലയാളിയുടെ തന്നെ ഒരു ഇന്നോവേഷനാണ്. ഇത് ജെയിംസ് ജോസഫ് പുള്ളിയുടെ ഇദ്ദേഹത്തിൻ്റെ ബുക്ക് എനിക്ക് ഒരു വർഷം മുമ്പ് ഞാൻ വായിച്ചതാണ്. പക്ഷേ ഈ പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയത് കഴിഞ്ഞ ആഴ്ചയാണ്. അതേപോലെ ജാക്ക്ഫ്രൂട്ട് 365 ഇതാണ് പേര്. ഇത് ശരിക്കും പുള്ളിയുടെ ഒരു വലിയൊരു കണ്ടുപിടുത്തമാണ്. കാരണം നമുക്ക് എല്ലാ സീസണിലൊന്നും നമുക്ക് ചക്ക കിട്ടില്ല അല്ലേ. അപ്പം ഈ പച്ച ചക്ക ഏത് എപ്പോൾ വേണമെങ്കിലും വർഷത്തിൽ ഏത് ടൈമിലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതിപ്പം എന്താ പറയുക, നമ്മളിപ്പം ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അല്ല ദോശയുടെ കൂടെ എല്ലാമായിട്ട് എന്തിലും നമുക്കിത് ഒരു 1-2 ടേബിൾ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ പൊടിയായിട്ടാണ് ഇത് കിട്ടുന്നത്. അപ്പം 1-2 ടേബിൾ സ്പൂൺ ഇത് നമ്മൾക്ക് ഏതിലും നമ്മളുടെ എന്ത് ഡിഷിൽ വേണമെങ്കിലും ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഒരുപാട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണ്. അതേപോലെ ഇപ്പം ഡയബറ്റീസ് ഉള്ളവർക്കാണെങ്കിലും എല്ലാം ഇപ്പം പഴുത്ത ചക്കയൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം അവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പം ഇന്നിപ്പം ഞാൻ ഫുൾക്കയാണ് കാണിക്കുന്നത്. നിങ്ങൾക്കിത് എന്തിലും നിങ്ങൾക്ക് അത് ഇടാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളുടെ ഈ അടിപൊളി സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഫുൾക്കയും അതേപോലെ അതിൻ്റെ കൂടെ വെജിറ്റബിൾ കുറുമയും എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈസി വെജിറ്റബിൾ കുറുമ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കണ്ടേ. അപ്പം അതിനായിട്ട് ആദ്യം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാം ഇങ്ങനെ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തത്. കാരണം നമ്മളുടെ കുറുമയിൽ എപ്പോഴും ഇപ്പം ഹോട്ടലിൽ പോയാലും എല്ലാം ഇതേപോലെ ക്യൂബ്സ് ആയിട്ടാണ് കാണാറുള്ളത്. ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാം. പിന്നെ ബീൻസ് ഒരു 8 ബീൻസോളം എടുത്തിട്ടുണ്ട്. പിന്നെ പൊട്ടറ്റോ ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അതും ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കളറ് മാറാതിരിക്കാൻ വേണ്ടി ഞാൻ വെള്ളത്തിലോട്ട് ഇട്ടതാണ്. പിന്നെ ഓപ്ഷണലാണ്. അപ്പം മഷ്റൂം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മഷ്റൂം ഇടാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇപ്പം കോളിഫ്ലവർ വേണമെങ്കിൽ ചേർക്കാം. അപ്പം എൻ്റെ കയ്യിൽ മഷ്റൂം ഇരുന്നുകൊണ്ട് ഞാൻ ഒരു 2 ചെറിയ ഈ ബ്രൗൺ മഷ്റൂമാണ് 2 ചെറിയ മഷ്റൂമും കൂടെ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഗ്രീൻ പീസ് ഇടുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഡ്രൈ ഗ്രീൻ പീസ് ആയതുകൊണ്ട് ഇത് ഞാൻ സെപ്പറേറ്റ് ഒരു 3 വിസിൽ കേൾപ്പിച്ച് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ മിക്സ് ചെയ്യുന്നില്ല. അത് പിന്നെ ലാസ്റ്റ് നമ്മൾ കറി ആകുമ്പോഴത്തേക്കും മിക്സ് ചെയ്യാം. അപ്പം ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ച ഗ്രീൻ പീസാണ്. അപ്പം ഇത്രയും വെജിറ്റബിൾസാണ് ഞാനിപ്പം കുറുമയിൽ ഇടുന്നത്. ഒരു 2 പച്ചമുളകും കൂടെ ഒന്ന് ഇതേപോലെ ഒന്ന് കീറിയിടുക. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. ഇനിയും ഇതിപ്പോൾ ഞാൻ ഗ്രീൻ പീസ് വേവിച്ച് വെച്ച വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ അത് തന്നെയാണ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഫ്രഷ് ഗ്രീൻ പീസ് ആണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇടാം. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഒരു വിസിൽ കേൾപ്പിച്ചെടുക്കണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ പീസ് ഇതിൻ്റെ കൂടെ ഇടാത്തത്. കാരണം ഗ്രീൻ പീസ് ഒരു വിസിൽ കൊണ്ട് നമുക്ക് വെന്ത് കിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് അപ്പം ഡ്രൈ ഗ്രീൻ പീസ് ആണെങ്കിൽ സെപ്പറേറ്റ് വേവിക്കാൻ പറയണേ. അതല്ല ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഫ്രോസൺ ആണെങ്കിലും അതല്ല ഫ്രഷ് ഗ്രീൻ പീസ് ആണെങ്കിലും ഈ ബാക്കി വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് വേവിക്കാം. പിന്നെ ഇത് ഒരു വിസിൽ കേൾപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ വേവുന്ന ടൈമിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ വേവിക്കാനായിട്ട് വെച്ചു. ഇനി അതിൻ്റെ ഗ്രേവിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാൻ ഒന്ന് ചൂടായി ഇതിലോട്ട് അപ്പം ഞാൻ ഇന്ന് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നിങ്ങൾക്കിപ്പം ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാം. 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇപ്പം സ്പൈസസ് കുറച്ച് വേണം. അപ്പം അതിനായിട്ട് ഞാൻ 2 ഏലക്ക. ഓക്കെ, ഈ കുറുമയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്പൈസസ് കൂടാൻ പാടില്ല. അപ്പം ഞാനിത് ഇതേപോലെ 2 ഏലക്ക, പിന്നെ അതേപോലെ തന്നെ 2 കറിയാമ്പൂ, പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ടയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണമാണ്. പിന്നെ കുരുമുളക് ഒരു 1/2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകമാണ് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത്രയാണ് നമുക്ക് സ്പൈസസ് വേണ്ടത്.
അപ്പം എണ്ണയൊന്ന് ചൂടായി ഇതിലോട്ട് നമ്മളുടെ സ്പൈസസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്പൈസസ് ഇടുമ്പം കൂടുതൽ ഇടരുത്. ഇവിടെ കുരുമുളകും എല്ലാം ഒന്ന് ഒരു മൂത്തൊരു മണം വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാനിപ്പം ഒരു അല്ലി വെളുത്തുള്ളി, അത് വലിയ അല്ലി വെളുത്തുള്ളിയും അതേപോലെ ഒരു ചെറിയ കഷ്ണം ഒരു 1/2 ടീസ്പൂണോളം വരും ഇഞ്ചിയാണ് ഉള്ളത്. അപ്പം നിങ്ങൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അരയ്ക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വലിയ കഷ്ണമായിട്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അങ്ങോട്ട് ഇട്ടിട്ടുള്ളത്. 1 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ജസ്റ്റ് ഇപ്പം 1 മിനിറ്റോളം ഞാനൊന്ന് വഴറ്റി കൊടുത്തു. ഇപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഈ വഴറ്റണം. പിന്നെ ഒരു മീഡിയം സൈസ് സവോള, അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ്, അതും ഒന്ന് വഴറ്റുക. അത് വലിയ ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് ട്രാൻസ്ലുസൻ്റ് ആവുന്നത് വരെ മതി. സവോള പെട്ടെന്നാവാൻ കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒരു 2-3 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് ഒന്ന് ട്രാൻസ്ലുസൻ്റൊക്കെ ആയി, ബ്രൗൺ ഒന്നും ആയിട്ടില്ല. ഇനി ഇതിലോട്ട് കാഷ്നട്ട്, ഇപ്പം ഞാൻ വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല, ഒരു 8-10 കാഷ്നട്ടോളം എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം കാഷ്നട്ടൊക്കെ ഒരു 1-2 സെക്കൻഡൊക്കെ ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ടൊമാറ്റോ, ഒരു ചെറിയ ടൊമാറ്റോ ആണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ടൊമാറ്റോ ഒന്ന് മഷിയാവുന്നവരെ ഒന്ന് വേവണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം നിങ്ങൾക്കിപ്പം ടൊമാറ്റോയ്ക്ക് പകരമായിട്ട് ഇതെല്ലാം ലാസ്റ്റ് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയും നമ്മൾ കുറുമ ഉണ്ടാക്കാറുണ്ട്. അപ്പം പിന്നെ തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയാണ്. അപ്പം നമ്മൾ ശരവണ ഭവനിലൊക്കെ പോയി കഴിയുമ്പം അവരുടെയൊക്കെ കുറുമയിൽ അവർ ലാസ്റ്റ് കുറച്ച് തൈരൊഴിക്കും. തൈരും അതേപോലെ തന്നെ പാലും ഒഴിച്ചു കൊടുക്കും. ടൊമാറ്റോ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈര് ഒഴിക്കാം. പക്ഷേ തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒഴിക്കാവുള്ളൂ തൈര്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തൈര് ഒഴിച്ചിട്ട് അങ്ങനെ തിളപ്പിക്കരുത്. ഒഴിച്ചൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യണം. പിന്നെ നമ്മൾ ടൊമാറ്റോ ഒക്കെ ഒരു 2 മിനിറ്റോളം വഴറ്റിയിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മഷിയൊക്കെ ആയി. ഇനി ഇതിലോട്ട് അപ്പം മീഡിയം ഫ്ലെയിം ആണെങ്കിൽ ഒന്ന് ലോയിലോട്ടാക്കുക. എന്നിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ സമയത്ത് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം. അപ്പം ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല, കാരണം അപ്പോൾ അതിൽ കളറിനൊരു ചെറിയൊരു വ്യത്യാസം കാണും. പച്ചമുളക് മാത്രമേ ഉള്ളൂ എരിവിനായിട്ട് ചേർക്കണം. നിങ്ങൾക്ക് മുളക് പൊടി ഇപ്പോൾ വേണമെങ്കിൽ ആവാം. അപ്പോൾ നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മസാലയൊക്കെ ഇട്ടിട്ട് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഒന്ന് തണുക്കട്ടെ. തണുത്ത് ആ വലിയ ചൂടങ്ങോട്ട് മാറട്ടെ. ഇതൊന്ന് തണുത്തു. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പം ഈ ഒരു മിക്സറിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പം വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതേപോലെ നമ്മൾ നല്ല പേസ്റ്റ് പോലെ കുറച്ച് വെള്ളം കൂടെ ഒക്കെ ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. അപ്പം ഈ സമയം കൊണ്ട് നമ്മളുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വെന്ത് ഒരു വിസിൽ കേൾപ്പിച്ച് ഞാനൊന്ന് ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പം എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഈ വെജിറ്റബിൾസ്. അപ്പം ഈ കുക്കറിലേക്ക് തന്നെ നമുക്ക് ഈ അരപ്പെല്ലാം ഇടാം. അപ്പം ഇത് ചെറിയ കുക്കറായതുകൊണ്ട് എനിക്ക് സ്ഥലമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പം നമ്മൾ ഈ വഴറ്റിയ ഈ പാത്രത്തിലോട്ടൊന്ന് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുമ്പേ വേവിച്ച് വെച്ചിരുന്ന ഗ്രീൻ പീസും ഒന്ന് മിക്സ് ചെയ്തു. ഇനിയും ഇതിലോട്ട് നമ്മളുടെ ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടിയൊക്കെ ഒന്ന് കലക്കി ഒഴിക്കാം. കാരണം കാഷ്നട്ടും തേങ്ങയെല്ലാം ഉള്ളതാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പം ഒന്ന് കറി കുറുകും. അപ്പം അതിനനുസരിച്ചിട്ട് വേണം നമ്മളുടെ ഗ്രേവി റെഡിയാക്കാനായിട്ട്. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം. ഈ സമയത്ത് ഇപ്പം കുറച്ച് ഉപ്പും കൂടെ വേണ്ടി വരും. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക.
ഇപ്പം ഹൈ ഫ്ലെയിമിലിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ തിള ഒന്ന് വന്ന് തുടങ്ങി. തിള ഒന്ന് വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ലോ ഫ്ലെയിമിലാക്കാം. ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട്, കാരണം ഈ അരപ്പൊക്കെ നമ്മളുടെ ഈ വെജിറ്റബിൾസിലോട്ടൊന്ന് പിടിക്കണ്ടേ. അപ്പം അതിനായിട്ട് ഒരു 5 തൊട്ട് 8 മിനിറ്റ് വരെ മാക്സിമം ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയി. നല്ല മണം, ആ മസാലയെല്ലാം അകത്തേക്കൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. മസാലയുടെയൊക്കെ ആ മണം ഇങ്ങനെ ആ കുക്കായതിൻ്റെ ഈ മണമൊക്കെ വരുന്നുണ്ട്. നമ്മളുടെ കുറുമ നല്ല അടിപൊളി, നല്ല കുറച്ചൊന്ന് തിക്കായിട്ട്, എന്നാൽ ഗ്രേവി ചെയ്യേണ്ടത്. ഇനി തണുക്കുമ്പോൾ ഒന്ന് കുറുകും. അപ്പം അതിനനുസരിച്ചിട്ട് വേണം ഗ്രേവി വെക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും, പിന്നെ ഓപ്ഷനാണ്, വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില. ഇതുവരെ നമ്മൾ കറിവേപ്പില ഇട്ടിട്ടേ ഇല്ല. അതിൽ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ. ഇതെല്ലാം ഓപ്ഷനാണ്. മല്ലിയില ഇട്ടിട്ട് നമുക്ക് അതേപടി അടച്ചു വെക്കാം. കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഓപ്ഷനാണ്. അപ്പം അങ്ങനെ നമ്മളുടെ അടിപൊളിയും അതേപോലെ ഈസി ആയിട്ടുള്ള ഈ വെജ് കുറുമ ഇവിടെ റെഡിയായി. ഇനിയും ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് ഞാനിപ്പോൾ ഇന്നിവിടെ ഒരു ഫുൽക്കയാണ്, ഒരു സ്പെഷ്യൽ ഫുൽക്കയാണ് ഉണ്ടാക്കുന്നത്. നമ്മളുടെ പച്ച ചക്കയുടെ പൊടി വെച്ചിട്ടുള്ള ഒരു ഫുൽക്ക. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്നൊന്ന് നോക്കാം അല്ലേ. ഇപ്പോൾ കുറുമ ഇവിടെ ഇരിക്കട്ടെ, നമുക്കിനി ഫുൽക്ക എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് 240 ml ഗ്ലാസ്സിൻ്റെ 1 കപ്പ് ആട്ടയാണ് എടുക്കുന്നത്. പിന്നെ നമ്മളുടെ സ്പെഷ്യൽ ഫുൽക്കയുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ജാക്ക് ഫ്രൂട്ട് അല്ലേ, പച്ചച്ചക്ക പൊടിച്ചതാണിത്. അതൊരു 1/2 കപ്പ്. അതിനൊരു കറക്റ്റൊരു ഇപ്പം എമൗണ്ടൊന്നും അങ്ങനെ ഇല്ല. ഇപ്പം 1 കപ്പിന് 1/2 കപ്പൊന്നൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം. ഒരു 3 ടേബിൾ സ്പൂണോ അങ്ങനെ ആണെങ്കിലും ആട്ടയുടെ കൂടെ മിക്സ് ചെയ്യാം. ഇതേപോലെയാണ് കിട്ടുന്നത്. ഇതേപോലെ ജാക്ക് ഫ്രൂട്ട് 365 എന്നും പറഞ്ഞ് ഇതേപോലെ ആണ് പാക്കറ്റിൽ കിട്ടുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കണ പോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചെറിയൊരു ചൂടുവെള്ളമാണ് എടുക്കണത്. അപ്പോൾ സാധാരണ നമ്മൾ ആട്ട മാത്രം കുഴയ്ക്കുന്നതിലും കുറച്ചുകൂടെ വെള്ളം വേണ്ടി വരും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ കിട്ടാനായിട്ട്. നന്നായിട്ട് ഒന്ന് കുഴച്ചു. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് വെള്ളം ഇതേപോലെ ഒന്ന് തടവി കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ ഫുൽക്ക ആയതുകൊണ്ട് ഇപ്പം എണ്ണയൊന്നും ചേർക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുഴയ്ക്കുമ്പോഴും എണ്ണയൊന്നും ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒന്ന് ഇതേപോലെ മുകളിലൊന്ന് ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കുക. അതിനുശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഒന്ന് അടച്ചു വെക്കാം. ഓക്കെ, ഇനി ഇതൊരു മിനിമം 30 മിനിറ്റ്സ് എങ്കിലും നമ്മൾ വെക്കണം. 30 to 1 hour. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഇപ്പം 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ എല്ലാം ഇതൊന്ന് സോഫ്റ്റ് ആവാനായിട്ട് വെക്കുക. ഇപ്പം നമ്മൾ നോർമൽ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ മാവ് കുഴച്ചതിന് ശേഷം 1 മണിക്കൂറെങ്കിലും മിനിമം വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇനിയും നമുക്ക് 30 മിനിറ്റ്സ് to 1 hour ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഫുൽക്ക ഒന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഡോ ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇപ്പം 1 മണിക്കൂറൊക്കെ ആയി. ഒന്നുകൂടെ ഒന്ന് ഇപ്പോഴും നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചെയ്യണ പോലെ തന്നെ ഒന്നുകൂടി ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനിയും നമുക്കിതൊന്ന് ഡിവൈഡ് ചെയ്യാം. ചപ്പാത്തിയുടെയൊക്കെ പോലെ തന്നെ ഒന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പം 8 ഫുൽക്കയാണ് ഇപ്പം നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ കിട്ടുന്നത്. അപ്പം 1 കപ്പ് 240 ml ഗ്ലാസിൻ്റെ 1 കപ്പ് ആട്ടയും അതേപോലെ 1/2 കപ്പ് നമ്മളുടെ ജാക്ക് ഫ്രൂട്ടിൻ്റെ പൊടി, ചക്കയുടെ പച്ചച്ചക്ക പൊടിയും കൂടെ ആക്കുമ്പോഴത്തേക്ക് 8 എണ്ണത്തിൻ്റെയാണ് കിട്ടുന്നത്. അപ്പോൾ ബാക്കി ഇതേപോലെ തന്നെ ഡ്രൈ ആവാതെ ഒരു ബോക്സിനകത്തേക്ക് ആക്കുക. അതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കുക. ചക്കയുടെ പൊടി ഒരിക്കലും കൂടരുത്. കൂടിയാൽ അങ്ങ് നമ്മളുടെ മാവ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. ഞാനൊരു 2 എണ്ണം ഉണ്ടാക്കി പെട്ടെന്ന് കാണിച്ചു തരാം.
കല്ലിപ്പ നന്നായിട്ടൊന്ന് ചൂടായി. എപ്പോഴും ഫുൽക്ക ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് പൊങ്ങി വരില്ലേ, പൊങ്ങി വന്നിട്ടേ അത് മറിച്ചിടാൻ പാടുള്ളൂ. അതേപോലെ ചൂടായ തവയിലോട്ടേ ഇടാവുള്ളൂ. കാരണം ചൂടായിട്ടില്ലെങ്കിൽ ചപ്പാത്തി അങ്ങോട്ട് കട്ടിയായി പോകും. ഒന്ന് പൊങ്ങിയൊക്കെ വന്നു തുടങ്ങി. അപ്പം ഈ സൈഡ് ഒന്ന് പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് എല്ലാ സൈഡും ഒന്ന് പൊള്ളിച്ചെടുക്കണം. ഒറ്റ പ്രാവശ്യം മാത്രമേ 2 സൈഡും ചെയ്യാവുള്ളൂ. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതിപ്പം നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കാസ്ട്രോളിലോട്ടൊന്ന് അടച്ചു വെക്കുക. എപ്പോഴും ഫുൽക്ക ചൂടോടുകൂടെ തന്നെ കഴിക്കാൻ നോക്കുക, മാക്സിമം നോക്കുക. ഇല്ലെങ്കിൽ നമുക്കിതിപ്പം ചുട്ടിട്ട് കാസ്ട്രോളിലോട്ട് വെക്കാം. അങ്ങനെ നമ്മളുടെ അടിപൊളി ഫുൽക്ക ഇവിടെ റെഡി. സ്പെഷ്യൽ ഫുൽക്ക, ചക്കയുടെ പച്ചച്ചക്ക പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫുൽക്ക റെഡി. അപ്പം ഈ ഫുൽക്കയും അതേപോലെ നമ്മളുടെ ഈസി വെജിറ്റബിൾ കുറുമയും കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം കുറുമയ്ക്ക് ഇപ്പം ഇടിയപ്പാണെങ്കിലും അപ്പാണെങ്കിലും എന്തും കോമ്പിനേഷൻ ഉള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഫുൽക്ക ആണെങ്കിൽ ഇപ്പോൾ നോൺ വെജ് ആണെങ്കിൽ നോൺ വെജ് കറി എടുക്കുക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇപ്പം ഈ ചക്കപ്പൊടി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരുപാട് ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതാണ്. അതേപോലെ ഇപ്പം കൊളസ്ട്രോൾ ഉള്ളവർക്കാണെങ്കിലും എല്ലാം വളരെ നല്ലൊരു സംഭവമാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. ബൈ.